തുടർച്ചയായ നാലാം ദിവസവും രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പരാമർശത്തിലും അദാനി വിഷയത്തിലും പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധത്തിന് അയവില്ല. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തടസ്സപ്പെട്ടു. സഭ ആരംഭിച്ച ഉടൻ അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അതേസമയം അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് പുറത്ത് മനുഷ്യച്ചങ്ങല തീർത്തു. വിശദാംശങ്ങൾ ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ വിഷയങ്ങളിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാവുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നത്തെ നടപടികൾ, ഒപ്പം ബഹളം, പ്രതിഷേധം? വിജയ്, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സമാന രീതിയിൽ തന്നെയായിരുന്നു ഇന്നും ഇരുസഭകളിലും പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. പ്രതിഷേധം തീർക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യം ഉയർത്തിയാണ് ഇത് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം രാവിലെ വലിയ രീതിയിൽ തന്നെ ആവശ്യം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം ആവശ്യത്തെ, ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ വലിയ രീതിയിൽ ഈ രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പരാമർശം ചൂണ്ടിക്കാട്ടി അതിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പ്രതിരോധിക്കുന്നത്. അത്തരത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ രാവിലെ 11 മണിക്ക് നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സഭ നിർത്തിവെച്ചിരുന്നത്. തുടർന്ന് 2 മണിക്ക് ശേഷം അല്പസമയം മുമ്പ് സഭ തുടങ്ങിയ ഉടൻ തന്നെ ബഹളം വീണ്ടും തുടരുകയായിരുന്നു. രാജ്യസഭാ അധ്യക്ഷൻ വന്നു. ആ സമയം തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. സഭ ആരംഭിച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ സഭ പെട്ടെന്ന് തന്നെ പിരിയുന്നൊരു ഘട്ടത്തിലേക്ക് പോയി. ലോക്സഭയിലെയും സമാന രീതിയിലായിരുന്നു. പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ഇന്നും ചില അംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. തുടർന്ന് ലോക്സഭയും രാവിലെ 11 മണി വരെ പിരിയുകയായിരുന്നു. എന്തായാലും സഭ ആരംഭിച്ച് 2 മണിക്ക് വീണ്ടും ആരംഭിച്ച സഭ ആരംഭിച്ച അല്പസമയത്തിനകം തന്നെ പിരിയുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. നാളെ രാവിലെ 11 മണി വരെ സഭ പിരിഞ്ഞു. അതേസമയം തന്നെ ഈ അദാനി വിഷയം പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഈ അദാനി വിഷയം പാർലമെന്റിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ അത്തരത്തിൽ ഈ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റിന് ചുറ്റും ഇത്തരത്തിലൊരു ആവശ്യം, സംയുക്ത പാർലമെന്റ് സമിതി അന്വേഷിക്കണം, അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർക്കുന്ന ഒരു കാര്യം ഇന്ന് കണ്ടു. അത്തരത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായി. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സഭ നാളെ വരെ പിരിഞ്ഞിരിക്കുകയാണ്. ഫിജി. ശരി ഉണ്ണി.